എൻ്റെ പേര് പീറ്റർ. ഞാൻ മൂലമ്പിളിയിൽ നിന്ന് വരുന്നു. കൂടെയുള്ളത് എൻ്റെ ഭാര്യ. എനിക്ക് എൻ്റെ കാലിൽ കൊതുക് കടിച്ചതാണ്. ഒരു മുറിവായി, ചെറുതായിട്ടൊന്ന് പൊട്ടി. അത് പഴുത്ത് കാലിൽ രണ്ടും നീരായി വലിയൊരു മുറിവായി മാറി. അങ്ങനെ എറണാകുളത്ത് ഒരു 3 ഹോസ്പിറ്റലിൽ പോയി. ആ 3 ഹോസ്പിറ്റലിലും കാല് മുറിക്കണമെന്നുള്ള ഇതാണ് പറഞ്ഞത്. അത് കാരണം അവിടെ അഡ്മിറ്റായില്ല. വേറെ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ട്രീറ്റ്മെൻറ്റ് 1 മാസത്തോളം ഉണ്ടായി. അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്ന്. വീട്ടിൽ വന്നിട്ട് മുറിവ് വലുതാവുന്നതല്ലാതെ പഴുപ്പോ വേറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ മകൻ അന്വേഷിച്ച് ഈ കാല് മുറിക്കാത്ത ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആസ്പത്രിയെ പറ്റി അറിയുന്നത്. അങ്ങനെ എന്നെ എടുത്താണ്, എനിക്ക് നടക്കാൻ ഒട്ടും വയ്യാത്ത അവസ്ഥയായി. അങ്ങനെ എടുത്താണ് എൻ്റെ മകൻ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് 11 മാസമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പതിയെ ഒന്ന് നടന്നു നോക്കാൻ, വാക്കറിൽ നടക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറുതായിട്ട് നടന്ന് കാലം നിലത്ത് തൂക്കിയിടാൻ പറ്റില്ല. ഭയങ്കര വേദന. മുറിവ് അപ്പോഴും പൊറുക്കുന്നില്ല. അല്പം ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. അങ്ങനെ ഡോക്ടർമാർക്കും ഇവിടെയുള്ള ഡോക്ടേഴ്സും 2 പേരും, സിസ്റ്ററമ്മയും രാജകുമാരൻ സാറും വളരെ കാര്യമായ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. അതേപോലെ മറ്റുള്ള സ്റ്റാഫുകളും വളരെ സ്നേഹത്തോടുകൂടി, അതൊരു സമീപനം അത്രമാത്രം സ്നേഹമുള്ളതായിരുന്നു. ആർക്കും ഒരു പ്രയാസം തോന്നാത്ത വിധത്തിൽ ഉള്ള സമീപനമായിരുന്നു ഡോക്ടർമാരുടെയും ഇവിടുത്തെ സ്റ്റാഫുകളുടെയും എല്ലാവരുടെയും. അത് തന്നെ ഒരു രോഗശമനത്തിന് ഒരു മരുന്ന് ആണെന്നുള്ള ഒരു വിശ്വാസം രോഗിക്കുണ്ടാകും. അതാണ് ഏറ്റവും വലിയ പ്രധാനം. മറ്റു ഹോസ്പിറ്റലിൽ പോലെ കഴിക്കാനുള്ള മരുന്നുകളൊന്നുമില്ല. എല്ലാം അക്യുപഞ്ചർ ആയതുകൊണ്ടിട്ട് കറണ്ട് വഴിയുള്ള ട്രീറ്റ്മെൻറ്റാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അനുഭവപ്പെട്ടത്. 6 മാസം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റി. മുറിവ് ഭേദമായി. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഇവിടെ ഞങ്ങൾക്കും സംശയം ഉണ്ടായിരുന്നു, ഈ മുറിവ് കണ്ണക്കാലിൻ്റെ ഭാഗത്തുള്ള മുറിവ് ഏത് തരത്തിലായിരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ ഡോക്ടറോട് ചോദിച്ചത്, സാറേ ഞാൻ നടന്നു പോകാൻ എനിക്ക് പറ്റുമെന്ന്. 2-3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ്, ഇനി നിങ്ങളിങ്ങനെ ചോദിക്കണമെങ്കിൽ എൻ്റെ പ്രതികരണം ഇതായിരിക്കില്ലെന്ന്. അപ്പോൾ എനിക്കൊരു സംശയം നടന്നില്ല. ലാസ്റ്റ് നടക്കാൻ പറ്റിയ സാഹചര്യം വന്നപ്പോൾ സിസ്റ്റർമയും രാജകുമാരൻ സാറും പറഞ്ഞു, അവർക്കും അല്പം ഒരു സംശയം ഉണ്ടായി, ആ മുറിവ് കാലിന് ദോഷം ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. വളരെ ദൈവത്തിൻ്റെ കൃപയും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കൊണ്ട് എനിക്ക് ഇപ്പോൾ ശരിക്ക് നടക്കാം. എന്നാലും കാലിന് ചെറിയൊരു വലിച്ചിലുണ്ട്, അത് സാവധാനം ആകുമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിക്ക് ചെയ്ത ഡോക്ടേഴ്സിനും ഇവിടുത്തെ സ്റ്റാഫിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നാലും 2 വാക്കുകൂടി പറഞ്ഞാൽ, ഈ ഒരു നന്ദിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഈ വീഡിയോ പുറത്ത് ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരും ഇത് കേട്ടിട്ട് അവരൊക്കെ പരിചയമുള്ള രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആസ്പത്രിയിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ ആസ്പത്രിയിലേക്ക് ധാരാളം ആളുകൾ വരികയും ഇത് ലോകത്തിലെ 1-കിട അക്യുപഞ്ചർ ഹോസ്പിറ്റലായി മാറട്ടെ എന്നും ഇവിടുത്തെ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും നല്ലൊരു പേരുണ്ടാവട്ടെ എന്നും പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.